ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എങ്ങനെ അലർജി കണ്ടെത്താൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അലർജിയുടെ ലക്ഷണങ്ങളൊന്നും മാറുന്നില്ല എന്ന് പറയുന്നവരും ഉണ്ട്. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അലർജി ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി, പക്ഷെ അലർജിയുടെ ലക്ഷണങ്ങളായ മൂക്കടപ്പ്, ഈ ഭാഗത്തുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കഞ്ചഷൻ, തുമ്മല്, അതേപോലെ തന്നെ തൊണ്ടയിലേക്ക് കഫം വരിക, സ്മെല്ല് കിട്ടുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അലർജി അല്ലാതെ അതിനെ മിമിക്ക് ചെയ്യുന്ന മറ്റു ചില കണ്ടീഷൻസും ആവാം. അതിൽ പ്രധാനപ്പെട്ടൊരു കണ്ടീഷനാണ് നെയ്സൽ പോളിപ്പ് എന്ന് പറയുന്നത്. നെയ്സൽ പോളിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂക്കിനകത്ത് ഉണ്ടാകുന്ന വേദനയൊന്നുമില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദശ വളർച്ചയാണ്. ഇത് നമ്മളുടെ നോസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാണ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത്, മൂക്കടപ്പ് പോലെയുള്ളതൊക്കെ. അപ്പോൾ ഇത് ഈ മൂക്ക് അടച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മൂക്കിനകത്ത് പ്രവേശിക്കുന്ന അലർജൻസ് അല്ലെങ്കിൽ അലർജി കോസ് ചെയ്യുന്ന വസ്തുക്കൾ എന്താണോ അവയെല്ലാം കൂടുതൽ നേരം നമ്മളുടെ മൂക്കിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയും ആ ഒരു അലർജി എക്സാജറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അലർജി ഉള്ളൊരു വ്യക്തിയിലാണെങ്കിൽ അവർക്ക് നെയ്സൽ പോളിപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ അത് അവരുടെ അലർജീനെ കുറച്ചുകൂടി മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എക്സാമിൻ ചെയ്താലോ അല്ലെങ്കിൽ ഒരു നെയ്സൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോളിപ്പ് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിക്കും. അതല്ലാതെ നമ്മൾ പോളിപ്പ് അവിടെ വെച്ചുകൊണ്ട് എത്ര തന്നെ ഈ ഒരു പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിച്ചാലും അതവിടെ കോസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു റിസൾട്ട് കിട്ടണമെന്നില്ല.